കൈ വിരൽ മുറിച്ചെങ്കിലും ശരീരം മുഴുക്കെ ക്ഷീണിച്ചിരിക്കുക. ഞങ്ങളെ കുട്ടിയെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്നാ നീതി കിട്ടുന്നത്? ഞങ്ങൾ ഏത് വാതിലാണ് മുട്ടേണ്ടത്? ചികിത്സയ്ക്ക് ശേഷം മകളുടെ ആരോഗ്യം വഷളാകുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. തുടർ ചികിത്സ നടത്തി മകളുടെ ജീവൻ തിരികെ പിടിച്ച ശേഷം നീതിക്കായുള്ള പോരാട്ടത്തിലാണിവർ. ഫെബ്രുവരി 22-നാണ് കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ മുട്ടത്തറ സ്വദേശി നീതു കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത്. ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. ഒടുവിൽ കൈയിലെയും കാലിലെയും 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടിക്ക് അവശതയായിരുന്നു. ലഘുഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിൽ പറയുകയാണ്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി, അത് മാറിക്കിട്ടുമെന്ന്. അപ്പോൾ BP 70 താഴെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ മോൻ ചോദിക്കുന്നു, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ? അപ്പോൾ പറഞ്ഞ് ഇത് ചെറിയൊരു കേസാണ്, കൊണ്ടുപോകാനുള്ള ആവശ്യമില്ല, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ വന്നാൽ മതി. ഗുരുതര ആരോപണങ്ങളാണ് ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. ചികിത്സ നടത്തിയത് ജൂനിയർ ഡോക്ടറാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടും മറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. വൈകിട്ട് ഇത്രയും ഗുരുതരാവസ്ഥയിലായിട്ട് ഇന്നോവ കാറിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. മാനസികാരോഗ്യം എങ്ങനെ ഉണ്ടാവാനാണ്? ഇനി എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന കാര്യമാണ്? റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? കോസ്മെറ്റിക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് മെഡിക്കൽ എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തി. സങ്കീർണമായ ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രിയിൽ സൗകര്യമില്ലെന്നാണ് കണ്ടെത്തൽ. എന്നാൽ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം നീതു കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. നീതിക്കായുള്ള പോരാട്ടത്തിലാണ് അവർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. സജികുമാറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.